ഹായ്. കുഞ്ഞുങ്ങളുടെ പല്ലുകൾ അല്ലെങ്കിൽ പാൽപ്പല്ലുകൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നൊരു സംശയം പലരും ചോദിക്കാറുണ്ട്. പലപ്പോഴും പല മാതാപിതാക്കളും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്, കൊഴിഞ്ഞു പോകേണ്ട പല്ലുകളല്ലേ, അവയ്ക്ക് അത്ര പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ടോ? നല്ല പല്ലുകൾ പിന്നീട് വരുമല്ലോ, ഇത് കേടാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതിലിപ്പം പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ പോകേണ്ട പല്ലുകളാണല്ലോ, ചോക്ലേറ്റ്സ് തിന്നോട്ടെ, ഇനി പെർമനൻ്റ് പല്ല് വരുമ്പോൾ ചോക്ലേറ്റ്സ് തിന്നാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്ന ഒരുപാട് മിത്തുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ആക്ച്വലി മിൽക്ക് ടൂത്ത് അല്ലെങ്കിൽ പാൽ പല്ലുകൾ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മളുടെ പെർമനൻ്റ് പല്ലുകളെ പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പാൽ പല്ലുകൾക്കും പ്രാധാന്യമുണ്ട്. എന്താണ് പ്രാധാന്യം എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്, നമ്മളുടെ പാൽപ്പല്ലുകൾക്ക് ഉള്ളിൽ അല്ലെങ്കിൽ എല്ലുകൾക്കടിയിൽ പാൽപ്പല്ലുകൾക്ക് അടിയിലായിട്ടാണ് വരേണ്ട പെർമനൻ്റ് ടൂത്ത് ബഡുകൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പാൽപ്പല്ലുകൾക്ക് കേടുണ്ടെങ്കിൽ ആ കേട് അതിൻ്റെ വേരിലൂടെ താഴെ എല്ലുകളിലോട്ടും എല്ലിന് താഴെ സ്ഥിതി ചെയ്യുന്ന പെർമനൻ്റ് പല്ലുകളിലോട്ടും ബാധിക്കുന്നു. ഇത് പെർമനൻ്റ് പല്ലുകൾ വെളിയിലോട്ട് വരുന്നതിന് മുമ്പേ, എല്ലുകൾക്ക് വെളിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ ആ പല്ലുകൾക്ക് കേട് സംഭവിക്കുന്നതിനും കാരണമാകുന്നു. ചില കുട്ടികൾക്ക് പെർമനൻ്റ് പല്ലുകൾ വരുമ്പോൾ, 6 വയസ്സ് കഴിഞ്ഞ് വരുന്നതാണ് പെർമനൻ്റ് പല്ലുകൾ, ഈ പല്ലുകൾ വരുമ്പോൾ കേടായി തന്നെ പല്ലുകൾ പുറത്തോട്ട് വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിന് പ്രധാന കാരണം പാൽപ്പല്ലുകളിൽ വരുന്ന കേടുകളാണ്. സംഭവം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ ഇക്കാര്യത്തിൽ പലപ്പോഴും മാതാപിതാക്കൾക്ക് തെറ്റ് സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ മെൻഷൻ ചെയ്യുന്നു. പാൽപ്പല്ലുകൾക്ക് കേട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് അണപ്പല്ലിന് കേടാന്ന് കരുതുക, പാൽപ്പല്ലിലെ അണപ്പല്ലുണ്ടല്ലോ, ആ അണപ്പല്ലിന് കേടാന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് 2 രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ ആ പാൽപ്പല്ലുകൾക്ക് വേദന ഉള്ളതുകൊണ്ട് പൾപ്പക്ടമി പോലെ, അതായത് കുട്ടികളുടെ റൂട്ട് കനാൽ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനും ആ പല്ല് സേവ് ചെയ്യാനും നിങ്ങളോട് ആവശ്യപ്പെടാം. ഇല്ലെങ്കിൽ ആ പല്ല് എടുത്തു കളയാം. നല്ല ഗ്രോസ്ലി ഡീക്കേഡ്, നന്നായിട്ട് കേടൊക്കെ ഉള്ളതാണെങ്കിൽ അത് എടുത്തു കളഞ്ഞിട്ട് സ്പേസ് മെയിൻ്റനർ എന്ന് പറയുന്നൊരു അപ്ലയൻസസ് വെക്കാനും പറയാറുണ്ട്. അപ്പം ഇത് ഇച്ചിരി ചിലവുള്ള ചികിത്സാ രീതികളാണ്. പൾപ്പക്ടമി ആണെങ്കിലും സ്പേസ് മെയിൻ്റനൻസ് ആണെങ്കിലും ടോട്ടൽ ഇതിനൊക്കെ ഏകദേശം ഒരു 2500, 3500 എന്നിങ്ങനെയുള്ള ആവറേജ് പ്രൈസ് റേറ്റുകൾ വരുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാതാപിതാക്കൾ പൾപ്പക്ടമി ചെയ്യാറില്ല. സേവ് ചെയ്യാൻ പറ്റുന്ന പല്ലാണെങ്കിലും അതങ്ങ് എടുത്ത് കളഞ്ഞേക്കാൻ പറയും. കാരണം അത് പാൽപ്പല്ലാണല്ലോ, എടുത്ത് കളഞ്ഞേക്കാൻ പറയും. എടുത്ത് കളയുന്നതിൽ തെറ്റില്ല, പക്ഷേ എടുത്ത് കളഞ്ഞതിന് ശേഷം സ്പേസ് മെയിൻ്റനർ എന്ന് പറയുന്ന ഒരു അപ്ലയൻസ് വെക്കാൻ പലപ്പോഴും നിവൃത്തി കാണിക്കാറുണ്ട്. കാരണം അത് അനാവശ്യമാണ് എന്ന് കരുതാറുണ്ട്. ഇപ്പം ഈ പറഞ്ഞ വസ്തുത കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ ഞാൻ പറയാം. ഒരു പല്ലിന് നമുക്ക് വേദന അനുഭവപ്പെടുന്നു, ഒരു കുഞ്ഞിന് പല്ലുവേദന അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തുള്ള പൾപ്പ്, നമ്മുടെ ഉള്ളിലുള്ള ഡെൻറ്റേനും ഇനാമലും എല്ലാം കഴിഞ്ഞ് ഉള്ളിലുള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ പല്ലിൻ്റെ പൾപ്പ് എന്ന് പറയുന്നത്. ആ പല്ലിലോട്ട് കീടാണുബാധ എത്തുമ്പോഴാണ് ഒരു കുട്ടിക്ക് പല്ല് വേദന അനുഭവപ്പെടുന്നത്. ആ സ്റ്റേജിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ അണുബാധ ആ പൾപ്പിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പൾപ്പക്ടമി എന്ന് പറയുന്നത്. കുട്ടികളിലെ റൂട്ട് കനാലാണ് പൾപ്പക്ടമി ട്രീറ്റ്മെൻറ്റുകൾ. ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ പല്ല് സ്ഥാനത്ത് തന്നെ, അത് ഏത് സ്ഥാനത്ത് നിൽക്കുന്നു അവിടെ തന്നെ സംരക്ഷിച്ച് നമുക്ക് നിർത്താൻ കഴിയും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞ പാൽപ്പല്ലുകളിലെ അണപ്പല്ലുകൾ നമുക്ക് പോകേണ്ടത് 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് ആ ഒരു ഏജ് വരെയാണ്. 6 വയസ്സിൽ പല്ലിന് വേദന വന്ന കുട്ടിയുടെ അണപ്പല്ലുകൾ നമുക്ക് 12 അല്ലെങ്കിൽ 13 വയസ്സ് വരെ സേവ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി അങ്ങനെ സേവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഒരു കുട്ടിയുടെ പല്ല് നഷ്ടമായെന്ന് കരുതുക. ഇനി ആ കുട്ടിക്ക് 6 അല്ലെങ്കിൽ 7 വർഷം ബാക്കിയുണ്ട് ആ കുട്ടിയുടെ ആ സ്ഥാനത്തുള്ള പല്ലുകൾ, പെർമനൻ്റ് പല്ലുകൾ വരാൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ സ്പേസിൻ്റെ അടുത്തുള്ള പല്ലുകൾ, തൊട്ടടുത്തുള്ള പാൽപ്പല്ലുകൾ ഈ സ്പേസിലോട്ട് നീങ്ങുകയും ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്പേസ് അവിടെ അടഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സാകുമ്പോൾ തൊട്ട് താഴെ നിൽക്കുന്ന പെർമനൻ്റ് ടൂത്ത് ബഡിന് മുകളിലോട്ട് വരാൻ ഈ ഒരു പല്ലുകൾക്കുണ്ടായ നീക്കം അല്ലെങ്കിൽ മൈഗ്രേഷൻ തടസ്സമായി മാറുന്നു. അങ്ങനെ പെർമനൻ്റ് ടൂത്ത് സ്ഥാനം തെറ്റി ക്രോന്തം പല്ലുകളായിട്ട് പ്രത്യക്ഷപ്പെടുന്നതിനും പല്ലുകൾ നിറതെറ്റുന്നതിനും കാരണമാകുന്നു. അതാണ് മെയിനായിട്ട് നമ്മൾ എടുക്കേണ്ട പ്രായത്തിലല്ലാതെ നമ്മൾ നേരത്തെയോ മറ്റോ പല്ലുകൾ എടുത്താൽ സംഭവിക്കുന്ന പ്രശ്നം. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല്ല് എടുത്തു കഴിഞ്ഞ് സ്പേസ് മെയിൻ്റനർ എന്ന് പറയുന്ന ഒരു അപ്ലയൻസ് വെക്കാൻ പറയുന്നത്. അത് വേറൊന്നുമല്ല, ഈ സ്പേസ് അതുപോലെ തന്നെ അവിടെ സൂക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ട്രേ പോലെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള പല്ലുകൾ ഈ സ്പേസിലോട്ട് നീങ്ങില്ല. അപ്പോൾ നമുക്കൊരു 12 അല്ലെങ്കിൽ 13 തൊട്ട് താഴെയുള്ള പല്ല് വരുന്ന സമയമാകുമ്പോൾ ഈ ട്രേ അങ്ങ് നീക്കിയാൽ മതി.
അപ്പോൾ ആ പല്ലുകൾക്ക് സുഗമമായിട്ട് തന്നെ മുകളിലോട്ട് വരാൻ സാധിക്കും. അപ്പോൾ അതിന് വേറെ നിറതെറ്റലോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല. ഒരു കുട്ടിക്ക് ഭാവിയിൽ ഓർത്തോ പ്രശ്നങ്ങൾ, അതായത് പല്ലിന് നിറതെറ്റുന്ന പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പേസ് മെയിൻ്റനൻസ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ എക്സ്ട്രാക്ഷന് ശേഷം, അല്ലെങ്കിൽ പല്ലുകൾ എടുത്തു കളയാതെ മാക്സിമം പൽപ്പക്ടമി ചെയ്യാൻ പറയുന്നതും ഇതിന് വേണ്ടിയിട്ടാണ്. പ്രോപ്പറായിട്ട് താഴെയുള്ള പല്ല് കൃത്യമായ നിരയിൽ കയറി വരുന്നതിനാണ്. അപ്പം നമ്മൾ എടുക്കേണ്ട പ്രായത്തിലല്ലാതെ മുമ്പ് കുറച്ച് നാൾ മുമ്പുകൾ നമ്മൾ പല്ലുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ പാൽപ്പല്ലുകൾ എടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ, അതിന് വേണ്ട സ്പേസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഓർത്തോ കംപ്ലയിൻസ് അല്ലെങ്കിൽ പല്ലുകൾ നിറതെറ്റുന്നതിലോട്ട് അത് നയിക്കുന്നതാണ്. കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ മെൻഷൻ ചെയ്തത് കേട് എങ്ങനെ പെർമനൻറ്റ് ടൂത്ത് ബഡിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ മെൻഷൻ ചെയ്തത് ഇങ്ങനെ കേട് വന്നു കഴിഞ്ഞാൽ പാൽപ്പല്ലിന് ഇത് എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കേണ്ടത്, എടുത്ത് കളയുമ്പോഴാണെങ്കിലും പൽപ്പക്ടമി ചെയ്യുമ്പോഴാണെങ്കിലും എന്തിനാണ് അത് ചെയ്യുന്നത്, മുമ്പോട്ടുള്ള നിറതെറ്റലുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, പല കുട്ടികളും 15 വയസ്സ് 16 വയസ്സാകട്ടെ പല്ലേ കമ്പി ഇടാൻ എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളിൽ മെജോറിറ്റി കുട്ടികൾക്കും അവരുടെ പാൽപ്പല്ലുകൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത് അത് സ്വതവേ വിട്ടുപോകേണ്ട പ്രായത്തിന് മുമ്പേ എടുത്ത് കളഞ്ഞതുകൊണ്ടാണെന്ന് നമുക്ക് ഹിസ്റ്ററി കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു പീഡോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലൂടെ. കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് സിമ്പിൾ ടോപ്പിക്സ് ആണ്, പക്ഷേ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് ആണ്. ഈ വിവരം നിങ്ങളോട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ കരുതുന്നു. കൊച്ചുകുട്ടികളുള്ളവർക്കും വീഡിയോ യൂസ്ഫുൾ ആകുന്നു എന്ന് നിങ്ങൾ കരുതുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.